ആഹാ, മോനോ? ഗായത്രി ഇല്ലേ അമ്മേ? ഉണ്ടല്ലോ. മോളെ ഗായത്രി, ഏട്ടൻ വന്നിരിക്കുന്നു. ആ ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. മായ അവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു പിടിയില്ല. നീ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. മായ എനിക്ക് നേരത്തെ അറിയാം. എങ്ങനെ? ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ. മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാള് ഞാനാണ്. അയാളെ ഭയന്നാണ് ഞാനും അമ്മയും അവിടം വിട്ടത്. ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഞാൻ വരട്ടെ. ആരാ? ഞാൻ അപ്പുക്കുട്ടന്റെ പെങ്ങളാ. മായ ഒന്ന് കാണണമായിരുന്നു. വരൂ. എക്സ്ക്യൂസ് മീ. നീ എന്തിനോട് വന്നു? എന്റെ ചേച്ചിയുടെ ജീവിതം പൊളിച്ചത് നീയാണ്. ഇപ്പോ നീ എന്നെ പിന്തുടരുകയാണ്. എന്നെ വെറുതെ വിടില്ലല്ലേ? മായ, എന്നെങ്കിലും സത്യം പുറത്തു വന്നല്ലേ മതിയാകൂ. മായ വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നോണാ, എന്നെ മഹേന്ദ്രന് പിടിച്ചുകൊടുക്കാൻ വേണ്ടിയല്ലേ നീ വന്നത്? ഞാൻ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു. അനന്തൻ എന്റെ സഹോദരനാണ്. മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചേട്ടൻ മായയെ ഹൃദയ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി താമസിപ്പിക്കണ്ട. മായും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ, പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? എനിക്ക് അപ്പുക്കുട്ടനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ? അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത്. മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോയിക്കോട്ടെ. അയ്യോ, മായ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ വരാണ്ട് പോകുന്നത് ശരിയാണോ? മായ പോയി റെസ്റ്റ് എടുക്ക്. ഹലോ, മഹേന്ദ്രനല്ലേ? ഞാൻ വിൽസൺ പാറക്കാരൻ. നിങ്ങളുടെ ആ പെൺകുട്ടിയെ പിടിച്ചു തന്നാൽ ഈ വിൽസൺ പാറക്കാരൻ എന്ത് വരും? എന്തും തരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശമല്ലേ അവൾ. എനിക്ക് അധികമൊന്നും വേണ്ട, വെറും 1 കോടി. എങ്കിലും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോളൂ. അപ്പുക്കുട്ടനും മായും വിൽസൺ പാറക്കാരന്റെ വീട്ടിലുണ്ട്. അവർ ട്രാപ്പിലാകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, തനിച്ചിരുന്ന് ബോറടിച്ചല്ലേ? അപ്പോൾ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാറക്കാരൻ അപ്പൂനെ എന്നെ കെണിയിലാക്കിയിരിക്കുകയാണ്. അയാൾ മഹേന്ദ്രന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹേന്ദ്രൻ ഇപ്പൊ ഇവിടെ എത്തും. സത്യമാണ് മായ പറയുന്നത്? അതെ, എത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹേന്ദ്രൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. വരൂ, നമുക്ക് ഇപ്പൊ തന്നെ അനന്തന്റെ അടുത്ത് പോകാം. കൊള്ളാം. വിൽസൺ പാറക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഇവളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എനിക്കറിയാം.
ഞാനാ വിളിച്ച എടാ നീ ഇവിടെ കിടന്ന് കിന്നാരം വയ്ക്കാതെ പുറത്ത് പോയി അടിയടാ ഓടിവാ ഞാനൊക്കെ ഉണ്ട് പറ്റിയ സാധനം കൂട്ടു അവിടെ നില്ല ചൂല എന്റെ പാലു മൂത്രത്തെ മുക്കി ചൂലോടെ അടി പാറക്കാരാ എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ എടുത്തെടുത്തെടുത്തു പോടാ ആളായിരുന്നോ? അപ്പു എന്റെ പണി ഇപ്പൊ തീർന്നാ തെമ്മാടിത്തരം കാണിച്ചിട്ട് പോക്കത്തിനും പറയുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹലോ ഇതാരി കൈ വിടറേ എന്നെ കൂടെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സ്മൈൽ സ്മൈൽ